Hi dear students, I plus ട്രെയിനിങ് സൊല്യൂഷൻ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അവലൻ ഉഹയ്യിക്കും ബി തഹിയ്യത്തുൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ക്ലാസ് കേട്ടറ്റിനും PSCക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും അതുപോലെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ പഠന വിധേയമാക്കുന്നതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. മറ്റൊന്നുമല്ല, അമേരിക്കൻ തത്വശാസ്ത്രജ്ഞനും ചിന്തകനുമായ ബെഞ്ചമിൻ എസ് ബ്ലൂം അദ്ദേഹം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ബ്ലൂംസ് ടാക്സോണമി ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇത് നമുക്ക് നേരെ വലിച്ചു നീട്ടാതെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം, ബെഞ്ചമിൻ എസ് ബ്ലൂം അദ്ദേഹം ഒരു അമേരിക്കൻ തത്വചിന്തകനാണ്. ബെഞ്ചമിൻ എസ് ബ്ലൂം ഹുവ ആലിമുൻ നഫ്സി തർബവി അമേരിക്കി. അദ്ദേഹം ഒരു അമേരിക്കൻ വിദ്യാഭ്യാസ തത്വചിന്തകനാണ്. ഇഷ്തഹറ ബിവളഇ തസ്നീഫി ബ്ലൂം. അദ്ദേഹം ബ്ലൂം ടാക്സോണമി എന്ന ഒരു സംജ്ഞ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച് അദ്ദേഹം വിശ്വപ്രസിദ്ധനായി. ഹുവ ഇത്താറു അമലിൻ യുസ്തഖദമു ലിതസ്നീഫിൽ അഹ്ദാഫി തഅലീമിയ. ഈ ബ്ലൂം ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെ അതിനെ സംബന്ധിച്ച് അത് പ്രയോഗവൽക്കരിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന ഒരു ഫ്രെയിമാണത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെ എന്തിനാണ് നമ്മൾ എന്തിനാണ് വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നത്, എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്, നമ്മൾ എന്തിനാണ് പള്ളിക്കൂടിലേക്ക് സ്കൂളിലേക്ക് പോകുന്നത്, നമ്മൾ എന്തിനാണ് അധ്യാപകരാകുന്നത്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, ഇത്തരം കാര്യങ്ങളുടെ ആ ലക്ഷ്യങ്ങളെ പ്രയോഗവൽക്കരിക്കുന്ന ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് എന്ത് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ടാക്സോണമി ആദ്യമായി അതിൻ്റെ ആദ്യഘട്ടം തസ്നീഫുൽ അവൽ മറ ഫി ആം 1956 മീലാദിയ 1956 ക്രിസ്താബ്ദ വർഷം ആണ് ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അത് ഹുവ അദാത്തു അസാസിയ ഫി മജാലി താലീം. അത് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായ ഒരുപാട് ചർച്ചകൾക്കും ഗഹനകൾക്കും ഒരുപാട് അപഗ്രഥനത്തിനും ഒക്കെ വിധേയമായിട്ടുള്ള ഒരു ടൂൾസാണ് ഈ ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ അത് കുറിക്കുന്നുണ്ട്. യുസാഇദു ഹാദ തസ്നീഫ്. ഈ ഒരു തസ്നീഫ്, ഈ ഒരു ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിം വർക്ക്, ഈ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞത് അത് സഹായിക്കുന്നുണ്ട്. ആരെ സഹായിക്കുന്നുണ്ട്? അൽ മുഅല്ലിമീൻ അൽ മുദരിസീൻ, അധ്യാപകരെ സഹായിക്കുന്നുണ്ട്. എന്തിനെ സഹായിക്കുന്നുണ്ട്? അലാ വളഇ അഹ്ദാഫി തഅലീമിയ വാളിഹത്തൻ. വളരെ വ്യക്തമായ നിലയിൽ, വളരെ കൃത്യമായ രീതിയിൽ, വളരെ കണികണിശമായ നിലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെ സ്ഥാപിക്കുന്നതിന് അധ്യാപകരെ സഹായിക്കുന്ന ഒരു ടാക്സോണമിയാണ് ഇത്. അതുപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജികൾ, വിവിധ തരത്തിലുള്ള സ്ട്രാറ്റജികൾ, വിവിധ തരത്തിലുള്ള പ്രയോഗവൽക്കരിക്കേണ്ട മെത്തഡോളജികൾ, അനുവർത്തിക്കേണ്ട ടീച്ചിങ് രീതികൾ, അധ്യാപന ശൈലികൾ, ഭാവനകൾ, മനോഭാവങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ട്, തത്വീർ ചെയ്യുന്നുണ്ട്, ഇത്തോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്രെയിം വർക്ക് ചെയ്യുക മാത്രമല്ല, ഈ ഒരു ഫ്രെയിം വർക്കിൽ അധ്യാപകൻ ചെയ്ത ആ ഒരു പ്രക്രിയ, വിദ്യാർത്ഥികളുമായി ചെയ്ത ആ ഒരു പ്രക്രിയയെ, അതിൻ്റെ ഒരു റിസൾട്ടിനെ, ആ ഒരു താലീമി, ആ വിദ്യാഭ്യാസ ആ ഒരു പഠന പ്രക്രിയയിലെ ആ ഒരു റിസൾട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അളക്കാനുള്ളൊരു ടൂൾസ് കൊണ്ട് ഈ അദാത്തിൽ ഉണ്ട്, ഈ ഒരു ഫ്രെയിം വർക്കിൽ ഉണ്ട് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഈ ബ്ലൂം ടാക്സോണമി 3 ആയിട്ടാണ് വിഭജിക്കുന്നത് എന്ന് നമുക്കറിയാം. തമ്മ തഖ്സീം അൽ അഹ്ദാഫ് തഅലീമിയ ഫി തസ്നീഫ് ബ്ലൂം. ഈ ബ്ലൂം ടാക്സോണമിയിൽ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ അതിൻ്റെ വിഭജനം പൂർത്തിയായിട്ടുണ്ട്. ഇലാ സലാസത്ത മജാലാത്തി റഈസിയ. മെയിനായിട്ട് അടിസ്ഥാനപരമായിട്ട് എന്താണ് 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അൽ മജാലുൽ മാരിഫി, അല്ലെങ്കിൽ അൽ മിൻതഖത്തുൽ മാരിഫിയ എന്ന് പറയും. അൽ മജാലുൽ മാരിഫി, കോഗ്നിറ്റീവ് ഡൊമൈൻ. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. യതഅല്ലഖു ബിൽ മാരിഫത്തി വൽ ഫഹമി വത്തഫ്കീർ. അതായത് ചിന്താപരയുടെയും ഗഹനത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും ആശയ രൂപീകരണത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ഒരു ഡൊമൈനാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ.
യഹ്തവി ആദൽ മജാൽ, ഈ ഒരു മേഖല അലാ സിത്തത്തി മുസ്തവിയാത്ത് അലാ സിത്തത്തി മറാഹിൽ, 6 ഘട്ടങ്ങളായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് ഇത് എന്നുള്ളതാണ്. മർത്തബത്തൻ, അത് ഘട്ടം ഘട്ടമായിട്ട് തസഉദിയൻ, അത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഒരു കോണിപ്പടി കയറിപ്പോകുന്നത് പോലെ ഇങ്ങനെ കയറിപ്പോവുകയാണ്. മിനൽ അതിന ഇലൽ അകല, താഴെ തട്ടിൽ നിന്നും ഒരു കോണിപ്പടി കയറി ശ്രേണിയായി ഏറ്റവും അവസാന ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു രൂപകൽപ്പനയാണ്, ഒരു ഡിസൈനിങ് ആണ്, ഒരു ഫ്രെയിം വർക്കാണ് എന്ത് എന്നുള്ളത് പറഞ്ഞത്. ഈ ഒരു മജാലുൽ മാരിഫിയിലെ ഈ 6 ഘട്ടങ്ങളെ നമ്മൾ ഇതാക്കുന്നത്. എന്തൊക്കെയാണ് ആ 6 ഘട്ടങ്ങൾ? ഒന്നാമത് അത്തദക്കുർ, ഓർമ്മിക്കുക എന്നുള്ളതാണ്, റിമെമ്പറിങ് എന്നുള്ളതാണ്. റിമെമ്പറിങ് എന്ന് പറഞ്ഞത് ഇസ്തിർജാ ഉൽ മാലൂമാത്ത്, ഇൻഫർമേഷൻസുകളെ നമ്മൾ പിന്നെ ബുദ്ധിമണ്ഡലത്തിലുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാണ്, അതിനെ ഓർത്തെടുക്കുകയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ പഠിച്ചതാവാം, നമ്മൾ ചെയ്ത പ്രവൃത്തിയാകാം, നമ്മൾ പറഞ്ഞ വാക്കാകാം, എങ്ങനെയായാലും ശരി നമ്മളെ ബുദ്ധിമണ്ഡലത്തിലുള്ള ഏതോ ഒരു സംജ്ഞയെ നമ്മൾ ഓർത്തെടുക്കുന്നതിനാണ് തദക്കുർ ഇസ്തിർജാഉൽ മാലൂമാത്ത് എന്ന് പറയുന്നത്. രണ്ടാമതായി അൽ ഫഹം, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? തഫ്സീറുൽ മാലൂമാത്ത്, കാര്യങ്ങൾ മനസ്സിലാക്കി അത് വിശകലനം ചെയ്ത് അത് പഠിക്കലാണ് എന്ത് തഫ്സീറുൽ മാലൂമാത്ത് എന്നുള്ളത് കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്. അതാണ് അൽ ഫഹം, അതിലാണ് അൽ ഫഹം എന്ന് പറയുന്നത്. മൂന്നാമത് അത്തത്ബീഖ്, അപ്ലിക്കേഷൻ ആണ്. അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇസ്തിഖ്ദാമുൽ മാരിഫ ഫി മവാഫിഖിൻ ജദീദ, ഒരു പുതിയ സാഹചര്യത്തിൽ നമ്മൾ പഠിച്ച ആ ഒരു കാര്യത്തെ പ്രയോഗവൽക്കരിക്കാനാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ പഠിച്ചു, തദക്കുർ ചെയ്തു, ഫഹ്മ് ചെയ്തു, ആ ഫഹ്മ് ചെയ്തതുമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നു, പരീക്ഷയിൽ നമ്മളത് ഓർത്തെടുത്ത് അത് പേപ്പറിൽ എഴുതുന്ന ആ ഒരു പ്രയോഗവൽക്കരിക്കുക, തത്ബീഖ് ചെയ്യുക, അതിനെ അപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് തത്ബീഖിൽ വരുന്നത് എന്നുള്ളതാണ്. നാലാമത് തഹ്ലീൽ, അനലൈസിംഗ് ആണ്. അനലൈസിംഗ് എന്ന് പറഞ്ഞാൽ തഫ്കീഖുൽ മാലൂമാത്ത് ഇല അനാസിറി ലിഫഹ്മി ഹൈക്കലിഹ, അതായത് ഈ ഒരു നേടിയ ഈ അറിവുകളെയും ഇൻഫർമേഷനുകളെ കെട്ടഴിച്ചു വിടുകയാണ്. തഫ്കീഖ് മിഫക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മിഫക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെട്ടഴിച്ചു വിടുക, അതായത് എന്ത് ചെയ്യുക, പിന്നെ സ്ക്രൂ ഡ്രൈവറിനാണ് മിഫക്ക് എന്നറിയാം. എന്ത് ചെയ്യുക, അതിനെ കെട്ടഴിച്ചു വിടുക. ഇല്ല അനാസിറിൽ ഫഹ്മിൽ ഹൈക്കലിഹ, അതിൻ്റെ പിന്നെ ആ ബുദ്ധിമണ്ഡലത്തിലുള്ള അതിൻ്റെ ഓരോ സംജ്ഞയിലുള്ള ആ മനസ്സിലാക്കിയ ആ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബുദ്ധിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മിസ്റ്റേക്കുകളെ നമ്മൾ സോൾവ് ചെയ്ത് നമ്മളതെന്ത് ചെയ്യുന്നു, അതിനെ ഓരോന്നിനും നമ്മൾ ഓരോ തലത്തിലേക്ക് ഓരോ ഉൻസുറിലേക്ക് നമ്മൾ അതിനെ അപഗ്രഥനം ചെയ്യുന്നു. ഇന്നത്തെ മിസ്റ്റേക്ക് സംഭവിച്ചു, അതുകൊണ്ടാണ് ഇന്നത് ഇവിടെ വന്നത്, അടുത്ത ഘട്ടത്തിൽ ആ മിസ്റ്റേക്ക് ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യണം എന്നുള്ള ആ ഒരു മിസ്റ്റേക്ക് സോൾവിങ് അനാലൈസിങ് ആണ് തഹ്ലീലിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അഞ്ചാമത് തഖീം, ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷനിൽ പറഞ്ഞത് ഇസ്താറു അഹ്കാം ബിനായിൻ അല മആയിർ, കുറച്ച് സ്ട്രാറ്റജികൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നതാണ്, അതിനെ വിലയിരുത്തുന്നതാണ്, അതിനെ വിലയിരുത്തി പബ്ലിഷ് ചെയ്യുന്നതാണ് തഖീം, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് അറിയാം, നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ ഈ തത്ബീഖും തഹ്ലീലും ഒക്കെ ചെയ്ത് നമ്മൾ പോയി പരീക്ഷ എഴുതി നമ്മൾ പേപ്പർ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ക്ലാസ് ടീച്ചർ നമ്മൾക്ക് തരികയാണ്. പേപ്പർ തരുമ്പോൾ നമ്മൾ ആ പേപ്പർ പരിശോധിച്ച് നോക്കുന്നു. ആ പേപ്പർ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ മാർക്ക് കിട്ടിയ മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപഗ്രഥനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ മെസ്സേജും അതിൻ്റെ പോയിൻറ്റും, ഇങ്ങനെ നമ്മൾ ഒരു ജഡ്ജസ് ആയി പോകുമ്പോൾ ഒരു കലാപരമായ പരിപാടി ആവട്ടെ, ഒരു കായികപരമായ പരിപാടി ആവട്ടെ, എന്തൊരു പരിപാടിയിലെയും ഒരു കണ്ടൻറ്റും പോയിൻറ്റും ഒരു വാല്യൂസും ഒക്കെ നോക്കിയിട്ടുള്ള ആ ഒരു അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജി, ഓരോ പരിപാടിക്ക് ഓരോ സ്ട്രാറ്റജി. പരീക്ഷയ്ക്കാണെങ്കിൽ പരീക്ഷയ്ക്ക് ടീച്ചർ പറഞ്ഞു കൊടുത്ത പോയിന്റുകൾ കൃത്യമായി കുട്ടികൾ എഴുതിയിട്ടുണ്ടോ, കലാപരമായ പരിപാടിക്കാണെങ്കിൽ അത് കൃത്യമായി അത് ഇതാക്കിയിട്ടുണ്ടോ, ഈണവും താളവും ലയമൊക്കെ ഉണ്ടോ, ആ ഒരു കൃത്യമായ സ്ട്രാറ്റജി അനുസരിച്ച് വിലയിരുത്തി അതിനെ പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് തഖീം, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. ഇബ്ദാ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻതാജ് അമലിൻ ജദീദ്, ഒരു പുതിയ പിന്നെ പ്രക്രിയയെ എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, പ്രോഡക്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്.
അത് അടിസ്ഥാനപരമായതെന്നാവാം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സംജ്ഞ തന്നെ നമ്മൾ ലോകത്തിന് സമർപ്പിക്കലാകാം. എന്തായാലും ശരി, ഒരു പുതിയ ഒരു മുൻമാതൃകയില്ലാത്ത സംഭവത്തിനാണ് ഇബ്ദാ എന്ന് ശരിക്കും പറയുക എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയൊരു പദ്ധതി എന്ത് ചെയ്യാണ്, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെ പിന്നെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഇബ്ദാ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതിപ്പോൾ നമ്മളൊന്നല്ലോ അതിനെ നിന്നും എവിടെ നിന്ന് വന്നതാണ് നമുക്കറിയാം. തദക്കുറിൽ നിന്നും ഇബ്ദായിലേക്ക് എത്തുമ്പോൾ അതിനെ നിന്നും അയലയിലേക്ക് എത്തുന്ന ഒരു ശ്രേണി ഇവിടെ രൂപകൽപ്പന ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തത് ഇതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് അൽ മജാലുൽ ആത്തിഫി, അൽ മിൻതഖത്തുൽ ആത്തിഫിയ, അതായത് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. യതഅല്ലഖു ബിൽ മവാഫിഖി വൽ മശാഇരി വൽ ഖിയം എന്നുള്ളതാണ്. അത് നമുക്ക് ആ പേര് കേട്ടാൽ തന്നെ അറിയാം, ഒരു വൈകാരികതയുടെയും അനുഭവങ്ങളുടെയും അതുപോലെ തന്നെ മൂല്യങ്ങളുടെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡൊമൈനാണ് എന്ത്, അൽ മഷാഇർ അൽ ഖിയാം എന്നുള്ളത്. യതളമ്മനു ഖംസ മറാഹിൽ, ഈ ഒരു ഡൊമൈൻ 5 മേഖലകൾ എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു എന്നാണ്. അതിലൊന്ന് റിസീവിങ്, അത്തഖബുൽ റിസീവിങ്. നമുക്കറിയാം പഠനം എന്ന് പറഞ്ഞത് ഒരു കൈമാറ്റ പ്രക്രിയ. അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയും അത് കുട്ടികൾ റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് തഖബ്ബുൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ച് അതിലെ പോയിന്റുകൾ റിസീവ് ചെയ്യുന്നുണ്ടോ അവിടെയാണ് നിങ്ങളുടെ വിജയം. ഇനി ഞാനിപ്പോൾ ക്ലാസ് അടുത്ത് നോക്കൂ, നിങ്ങളത് റിസീവ് ചെയ്തു. ആ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രതികരണം ഉണ്ടാകും. ഈ ക്ലാസ് എങ്ങനെയുണ്ട്, ഇസ്തിജാബ, ഈ ക്ലാസ് എങ്ങനെയുണ്ട്, ഒരു റെസ്പോൺസ് ഉണ്ടാകും നിങ്ങൾക്ക്. ഇതിൻ്റെ പിന്നെ മേലാധികാരികൾക്കൊരു റെസ്പോൺസ് ഉണ്ടാകും. അപ്പോൾ ആ റെസ്പോൺസാണ് അൽ ഇസ്തിജാബ എന്ന് പറഞ്ഞത്. തഖ്ദീർ, ഇതിൻ്റെ മേലാധികാരികൾ ഈ ക്ലാസ്സിനെ എന്തായാലും എന്ത് ചെയ്യും, അസസ്മെൻറ്റ് ചെയ്യും, വിലയിരുത്തും. എങ്ങനെയുണ്ടായിരുന്നു ഈ സാറുടെ ക്ലാസ്, കുട്ടികളോട് ചോദിക്കും, വലിയ എക്സ്പേർട്ടിനോട് ചോദിക്കും. അങ്ങനെ വിലയിരുത്തുന്നതാണ് തഖ്ദീർ. അത് മൂന്നാമത്തെ കാര്യം. നാലാമതായി തൻളീം, ഓർഗനൈസിങ്. ആ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളും അതുപോലെ എങ്ങനെ ഇത് പ്രകടിപ്പിക്കണം, എങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യണം എന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകും, തൻളീം ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും, ആ ഒരു ക്രമീകരണത്തോടു കൂടിയായിരിക്കും അതിനെ ക്ലാസ് എടുക്കുന്നത് എന്നാണ്. അപ്പോൾ തഖ്വീനൊക്കെ എന്തൊക്കെ പോയിന്റുകളാണ്, എന്തൊക്കെ വാല്യൂസാണ് ഇതിലേക്ക് ഞാൻ കൂട്ടിച്ചേർക്കേണ്ടത് എന്നിങ്ങനെയുള്ളൊരു പിന്നെ വാല്യൂസ് ഉണ്ടാവും. ഈ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം മെസ്സേജുകൾ പകർന്നു തന്നു, അതിനെ വാല്യൂ ചെയ്യാൻ നിങ്ങൾക്കതിന് അത് മേക്കിംഗ് വാല്യൂസ് അതിങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മൂന്നാമതായി ഈ പിന്നെ നമ്മുടെ ബ്ലൂം ടാക്സോണമിയിലെ ഏറ്റവും മൂന്നാമത്തെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അൽ മജാലുൻ നഫ്സി അൽ ഹർക്കി എന്നാണ്. അല്ലെങ്കിൽ എന്താണ് പറയുക, അൽ മിൻതഖത്തുൽ നഫ്സിയ വൽ ഹർക്കിയ, അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അൽ മിൻതഖത്തുൽ നഫ്സിയ വൽ ഹർക്കിയ യതഅല്ലഖു ബിൽ മഹാറാത്തിൽ ഹർക്കിയ വൽ ബദനിയ. നമുക്കറിയാം, ഞാനിപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലവിധ ആക്ഷനുകളും പലവിധ ശാരീരിക ഭാവങ്ങളും പലവിധ ചലനങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട്. എൻ്റെ മുഖത്തായാലും ശരി, എൻ്റെ കൈകളിലായാലും ശരി, കാലായാലും ശരി, ശരീരഭാവങ്ങളായാലും ശരി, ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സ്കില്ലുമായി, ശാരീരിക സ്കില്ലുമായി, ചലനാത്മക സ്കില്ലുമായി, അതിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഡൊമൈൻ എന്ന് പറഞ്ഞത്. പക്ഷേ ലം യത്തിമു തഫ്സീൽ ഹാദൽ മജാൽ ബിൽ കാമിൽ ഫി അമലി ബ്ലൂം ടാക്സോണമിയിൽ ഈ ഒരു മേഖല പരിപൂർണമായിട്ടുണ്ടായിരുന്നില്ല. വലാകിന്നഹു ലം തമ്മ തത്വീറുഹു ലാഹികം ബിവാസിത്തത്തി ബാഹിസീന ആഖിരീൻ. പക്ഷേ മറ്റു റിസർച്ചുകാർ അതിനെ ഈ ഒരു മറ്റുള്ള ഇതൊക്കെ ഇതാക്കിയിട്ട് അതിനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബ്ലൂം ടാക്സോണമിയുടെ പ്രാധാന്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം അഹമ്മിയത്തു തസ്നീമി ബ്ലൂം ടാക്സോണമിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്. ഒന്ന്, യുസാഇദു ഫി തസ്മീമിൽ മനാഹിജ് ദിറാസിയ. ഒന്നാമത്തത് എന്താണ്, കരിക്കുലം അതിനെ ഡിസൈൻ ചെയ്ത് അതിനെ ഫ്രെയിം ചെയ്ത് സഹായിക്കാൻ അധ്യാപകരെയും അതുപോലെ തന്നെ പാഠപുസ്തക നിർമ്മാതാക്കളെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും അത് സഹായിക്കുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പ് SCERTയുടെ ഒക്കെ ടോപ്പിൽ പോകുന്ന ഒരു
കാര്യമാണ് തസ്നീഫ് ബ്ലൂം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. യുസായിദു ഫി ഇഅദാദിൽ ഇഖ്തിബാറാത്തി വത്തഖീമാത്ത്, അതുപോലെ തന്നെ ടെസ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഇവാലുവേഷൻസ്, അതിനെയൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാൻ ഈ കുട്ടികളെ എങ്ങനെ ഇതാക്കാം അത് ഇതാക്കുന്നു. മൂന്നാമതായി നമുക്കറിയാം യുംകിനുൽ മുഅല്ലിമീന ബിൻ തഹദീദ് മുസ്തവിയാത്ത് തഅല്ലുമുൽ മുഖ്തലിഫ, അധ്യാപകർക്ക് സാധിക്കുന്നു, അധ്യാപകർക്ക് എന്ത് ചെയ്യുന്നു, അധ്യാപകരെ സാധിപ്പിച്ചെടുക്കുന്നു മിൻ തഹദീദ്, അതിൻ്റെ കൃത്യവരമ്പിടാൻ, മുസ്തവിയാത്ത്, അധ്യാപകരുടെ ആ ഒരു സ്കില്ലിനെയും അധ്യാപകരുടെ ഒരു നിലവാരത്തെയും എന്ത് ചെയ്യുക, കൃത്യവരമ്പായിട്ട് എങ്ങനെ ക്ലാസ് പോകണം, എന്തൊക്കെ ക്ലാസ്സിൽ പറയണം, എന്തൊക്കെ പറയരുത് എന്നുള്ളത് കൃത്യമായി വരമ്പിടാൻ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായ ലേണിംഗ് അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചില്ലറ അല്ലറ കാര്യമല്ല തസ്നീഫ് ബ്ലൂം എന്ന് പറഞ്ഞാൽ ഇന്നും ലോകത്ത് പിന്നെ ഏറ്റവും നല്ല ചർച്ച ചെയ്യുകയും വളരെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാം വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്ത ഒരു ടാക്സോണമിയാണ് ബ്ലൂം ടാക്സോണമി. തസ്നീഫ് ബ്ലൂം യുഅ്തബറു ഹജ്റു സിവായത്തി ഫി തർബിയത്തിൽ ഹദീസ, ഈ ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൽ തന്നെ അതിനൊരു റൂമായിട്ട് തന്നെ, റൂമിൻ്റെ ഒരു മൂലയായിട്ട് തന്നെ അതിനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. തമ്മ തഹദീസോ, പിന്നെയും അതിനെ എന്ത് ചെയ്യുന്നു, ആധുനികവൽക്കരിക്കുന്നു. ഫി ആം അൽഫിൻ വാഹിദ് 2001 പിന്നീടും വീണ്ടും അതിനെ എന്ത് ചെയ്തു, ആധുനികവൽക്കരിച്ചു. പുതിയ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇതാക്കുന്നതിൽ, അതിൻ്റെ നിലവാരത്തിൽ പിന്നെ ഇതാക്കുന്നതിനും 2001 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് 21ാം നൂറ്റാണ്ട് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പ്രായോഗികവൽക്കരിക്കുക. ഈ പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പുതിയ ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ വരെ അത് ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ അവസാനത്തെ പോയിന്റ് മഹ്തിജാജാത്തി താലീമിയത്തിൽ ജദീദ, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾ. ഒരു PSC ഇപ്പോൾ അടുത്ത വന്നൊരു ചോദ്യമായിരുന്നു, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ, ഈ ക്ലാസ് കാണുന്നവർ ഈ കമൻറ്റ് ബോക്സിൽ ഇതാക്കുക, എന്തൊക്കെയാണ് പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഇതാക്കുക. ഓക്കെ, ക്ലാസ് കണ്ടവ എല്ലാ കൂട്ടുകാർക്കും എല്ലാ പഠിതാക്കൾക്കും ശുഭദിനാശംസകൾ. നിങ്ങൾക്ക് ഏവർക്കും പരീക്ഷയിൽ വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും, ശുക്രൻ ലിസ്തിമാഅക്കും, മഅസ്സലാം.